ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ആരാധ്യയായിട്ടുള്ള, നമ്മളെല്ലാം സ്നേഹിക്കുന്ന, ഞാൻ അമ്മ എന്ന് തന്നെ പറയട്ടെ, അമ്മയുടെ, ദാമോദരൻ്റെ അമ്മയുടെ, നമ്മുടെ എല്ലാവരുടെയും അമ്മയുടെ പിറന്നാളാഘോഷത്തിൽ നമ്മളെല്ലാം സന്തോഷപൂർവ്വം പങ്കെടുക്കുകയാണ്. ദാമോദരനും കുടുംബവും അത് വളരെ ഭംഗിയായി ഇന്നലെയും ഇന്നും ഉള്ള വിവിധ പരിപാടികളോടെ ഇവിടെ നടത്തി. അതിന് നമ്മളെല്ലാം സന്തുഷ്ടരാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മുടെ ധർമ്മശാസ്ത്രത്തിൻ്റെ കോഡുകളിൽ അതിലത്തെ നിയമങ്ങളോ അതിലത്തെ ഇത് പ്രകാരം 4 ഋണങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ദേവഋണം, പിതൃഋണം, ഭൂതഋണം, മനുഷ്യഋണം. നമ്മളെല്ലാവരും 4 കടങ്ങൾ ഉള്ളവരായിട്ടാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും. ഈ കടം നമ്മൾ വീട്ടണം മരിക്കണതിൻ്റെ മുമ്പ്. ഒന്ന്, ദേവന്മാർക്കുള്ള കടം എന്ന് വെച്ചാൽ ആത്മീയ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. നമുക്ക് കുറെ എണ്ണം അതങ്ങനെ ചെയ്തു തീർത്ത് മരിക്കണതിൻ്റെ മുമ്പേ കൃതാർത്ഥത വരുത്തണം. മനുഷ്യഋണം, മനുഷ്യന്മാർക്ക് നമുക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ ആ സഹായമൊക്കെ ചെയ്ത് സംതൃപ്തി അടയണം, അവസാനം കണ്ണടയണതിൻ്റെ മുമ്പ്, മരിക്കണതിൻ്റെ മുമ്പ്. ഭൂതഋണം, ചുറ്റുമുള്ള ജീവികൾക്ക് നമ്മൾ പണ്ട് കാക്കയ്ക്കും മറ്റേ ഒക്കെ ഇത് കൊടുക്കാറില്ലേ, ഭക്ഷണമൊക്കെ കൊടുക്കാറില്ലേ നമ്മുടെ ചിട്ടയുടെ ഭാഗമായിട്ട്. ഭൂതഋണം. പിന്നെ ഒന്നാണ് പിതൃഋണം. പിതൃഋണം എന്ന് വെച്ചാൽ നമ്മുടെ കാരണവന്മാർക്ക് ചെയ്യേണ്ട കടം തീർക്കണം. ഇത് സാധാരണ നമ്മൾ ധരിച്ചിട്ടുള്ളത്, കാരണവന്മാർ മരിച്ചു പോയാൽ അവർക്ക് ചാത്ത കൂട്ടണം, ശ്രാദ്ധം ചെയ്യണം, എന്നിട്ട് അവർക്ക് പരലോകത്തിൽ ഗതി ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഈ പിതൃഋണം എന്നത് നമ്മൾ ധരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പിതൃഋണം എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ കാരണവന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർക്ക് ഏകാന്തത വരും, നിരാശ്രയത്വം വരും, രോഗം വരും, വളരെ ബുദ്ധിമുട്ടുകൾ വരും. ഓൾഡ് ഏജ്, ഡിസീസ്, ഡെത്ത് ഭൂമിയിൽ ഒരാൾക്കും തടയാൻ പറ്റില്ല. ഈ ലാസ്റ്റ് സ്റ്റേജിൽ അവർക്ക് അനാഥത്വവും നിരാശ്രയത്വവും തോന്നാതെ അവരെ അവസാനം വരെ സന്തോഷിപ്പിച്ച് ആഹ്ലാദിപ്പിച്ച് ശുശ്രൂഷിച്ച് കൊണ്ടുപോയിട്ട് അവരോടുള്ള കടം വീട്ടുക. അതാണ് ശരിക്കും പറഞ്ഞാൽ പിതൃഋണം വീട്ടണം എന്ന്. നമ്മളൊന്നും അത് ചെയ്യാറില്ല, അല്ലെങ്കിൽ പലരും അത് അറിയില്ല, അങ്ങനെയല്ല ധരിച്ചിട്ടുള്ളത്. പിതൃഋണം എന്ന് വെച്ചാൽ മരിച്ചു പോയ പിതൃക്കൾക്ക് എല്ലാ കൊല്ലവും ചാത്ത കൂട്ടുക എന്നാണ് ധരിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദാമോദരനും കുടുംബവും അമ്മ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുന്ന തരത്തിൽ എല്ലാ ബന്ധുക്കളെയും വിളിച്ച്, അതല്ലാണ്ടേ ദാമോദരൻ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നല്ലോണം അറിയാം, വളരെ പേഴ്സണലായിട്ട് അറിയാം. അതിലേക്ക് അത്രയും ഞങ്ങൾക്ക് ആത്മബന്ധമുണ്ട്. അത് ഈ രീതിയിൽ ആ പിതൃഋണം എന്ന മഹത്തായ സങ്കല്പത്തെ പ്രായോഗികമാക്കി അത് ഇനിയും ദാമോദരനും ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. എല്ലാവരും നമ്മൾ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം നിർത്തട്ടെ.